എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അരുന്ധതി നന്ദയുടെ കഴുത്തിലേക്ക് ആ നെക്ലേസ് അണിയിച്ചു കൊടുക്കുവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പം ഒട്ടും സഹിക്കാൻ വയ്യാതെ പിങ്കിയും മോഹിനിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പിങ്കിക്ക് അസൂയ സഹിക്കാൻ പറ്റിയില്ല. തനിക്ക് കിട്ടേണ്ടതാണ്, അതാണിപ്പം നന്ദ അടിച്ചോണ്ട് പോയിരിക്കണേ. അപ്പൊ ഇത്രയും കാലം വല്യമ്മ വെറുതെയാണ് തന്നോട് സ്നേഹം കാണിച്ചിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നന്ദയോടാണ് സ്നേഹം. വെറുതെ തന്നെ പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ചിന്ത പിങ്കിയുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. ഈ സമയത്ത് ലക്ഷ്മിയമ്മ പറഞ്ഞു, ഞാൻ കരുതിയിരുന്ന അരുந்த അടുത്തേക്ക് നന്ദമോളോട് ദേഷ്യമൊക്കെ ഉണ്ടായിരിക്കുമെന്നാ. എന്തായാലും അങ്ങനെ ദേഷ്യമൊക്കെ ഭാവിച്ചാലും നന്ദമോളെ ഇഷ്ടമാണെന്ന് ഇപ്പൊ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത്ര നല്ലൊരു ഗിഫ്റ്റ് അത് അരുന്തടുത്ത് കൊടുക്കണമെങ്കിൽ നന്ദേനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായെന്ന് ലക്ഷ്മി പറയാ. എല്ലാം കൊണ്ടും ഇതിനെ യോജിച്ച ആള് നന്ദ തന്നെയാന്ന് പറയാം. ഇത് കേട്ടപ്പം മോഹിനി പറഞ്ഞു, പിന്നെ അത്രയ്ക്ക് വലിയൊരു കാര്യമൊന്നുമില്ല, ഒരു ഡോക്ടർ ആയെന്ന് വെച്ചിട്ട് ഇപ്പൊ എന്താ നിൽക്കണം. ഇത് കേട്ടപ്പം ലക്ഷ്മി പറഞ്ഞു, അല്ല മോഹിനിക്ക് അത് ചിലപ്പോൾ നിസ്സാര കാര്യമായിരിക്കും, പക്ഷെ ഇന്ത്യവരത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇന്ത്യവരത്തില് ആദ്യത്തെ ഡോക്ടർ വരാൻ പോകുന്നേ. അപ്പൊ അതിന്റെ സന്തോഷം അരുന്ധതിയടുത്ത് പൊക്കി പോലും ഉണ്ടെന്ന് പറയാം. അതുകൊണ്ടല്ലേ അരുന്ധതിയടുത്ത് ഇത്ര നല്ലൊരു ഗിഫ്റ്റ് കൊടുത്തേന്ന് പറയാം. അരുന്ധതി പറഞ്ഞു, കഴുത്തിലിട്ട് പറഞ്ഞു, ഇപ്പൊ എങ്ങനെയുണ്ട്, ഇപ്പൊ കാണാൻ നല്ല സുന്ദരിയായിട്ടില്ലേന്ന് ചോദിക്കുക നന്ദേനെ. നല്ല ഭംഗിയുണ്ട്, ഇതൊക്കെ ഇട്ടുകൊണ്ട് വേണം മോള് നാളെ അവാർഡ് ദാന ചടങ്ങിന് പോകാനെന്ന് പറയാം. അയ്യോ ഇത്ര വലിയ മാലയൊക്കെ ഇട്ടുകൊണ്ട് പോവോ? അതൊന്നും കുഴപ്പമില്ല, എന്റെ സമ്മാനമല്ലേ, ഇതൊക്കെ ഇട്ടുകൊണ്ട് മോള് വേണം, അതിന്റെ ഐശ്വര്യം മോൾക്കുണ്ടാവെന്ന് പറയാം. ലക്ഷ്മിയമ്മ പറഞ്ഞു, ശരിയാ അരുന്ധതിയടുത്ത് പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ്, ഇതൊക്കെ ഇട്ട് വേണം നാളെ മോള് പോകാനായിട്ട്. ഇന്ത്യവരത്തിലെ കുട്ടിയല്ലേ, അപ്പൊ ഒട്ടും താഴാൻ പാടില്ല, എല്ലാവരുടെ മുന്നിൽ നല്ല ഗമയോടെ നിൽക്കേണ്ടതല്ലേ. അത് മാത്രല്ല ഞങ്ങളെല്ലാരും കൂടെ വരുന്ന ചടങ്ങല്ലേ നാളെ എന്ന് പറയാം. ഈ സമയം അരുന്ധതി, ശരിയാ നമ്മളെല്ലാരും ചെല്ലുന്നുണ്ട്, പോരാത്തന്നെ മിനിസ്റ്ററൊക്കെ വരുന്നതല്ലേ, അപ്പൊ നല്ല ഗെറ്റപ്പോട് കൂടി വേണം നന്ദമോൾ അവിടെ നിൽക്കാനെന്ന് പറയാ. ഈ സമയത്ത് അർജുൻ പറഞ്ഞു, അതെ നന്ദടത്തേക്ക് അർഹതപ്പെട്ട തന്നെയായിരുന്നു ഇത്, നന്ദടത്തേക്കായിരുന്നു ഇത് കിട്ടേണ്ടിയിരുന്ന് പറയാം. ഇത് കേട്ടപ്പോ നന്ദ പറഞ്ഞു, വേണ്ടായിരുന്നു, എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇത് പിങ്കിക്ക് കൊടുത്തേരെ. പിങ്കിക്ക് കൊടുത്താൽ എനിക്കൊരു കുഴപ്പമില്ല, പിങ്കി ഞാനത് നിനക്ക് തരട്ടേന്ന് ചോദിക്കുക. പിങ്കി ഒരു നിമിഷം നന്ദയുടെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്ന് പിങ്കി പറഞ്ഞു, എനിക്ക് എന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ വല്യമ്മ അതിങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുത്ത സാധനം പിടിച്ചു പറിക്കണ സ്വഭാവമൊന്നും എനിക്കില്ലെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗൗതമന്റെ മനസ്സിൽ അറിയാതെ ഒരു ചിരി പൊട്ടി. കാരണം ഗൗതമിന് മാത്രമല്ല അർജുന്റെ മനസ്സിലുണ്ടായി. കാരണം ഇവളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ, കാരണം നന്ദയുടെ കയ്യിൽ നിന്ന് ഗൗതമിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടോ ഒരു നെക്ലേസിന്റെ കാര്യം വന്നപ്പോൾ അവള് നേരെ പ്ലേറ്റ് മാറ്റി തിരിച്ചു പറഞ്ഞിരിക്കുന്നു. ഈ സമയം ഗൗതം പറഞ്ഞു, ഇനിയിപ്പം നന്ദയ്ക്ക് കിട്ടിയതല്ലേ, അതിനിപ്പോ ആർക്കും വേറെ കൊടുക്കാനൊന്നും പോകണ്ടെന്ന് പറയണ. അർജുൻ പറഞ്ഞു, ശരിയാ പിങ്കിക്ക് അല്ലല്ലോ അതിന്റെ ആവശ്യമൊന്നുമില്ല, അവൾക്ക് എന്തിനാ ഗിഫ്റ്റ്, ഇപ്പൊ അവൾക്ക് അതിന്റെ ആവശ്യമില്ല. ഇപ്പം നന്ദയടുത്തിയല്ലേ പരീക്ഷയൊക്കെ ജയിച്ച് നല്ല ഒന്നാമത് എത്തിയിരിക്കുന്ന ക്ലാസ്സിൽ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നന്ദയടുത്തേക്ക് തന്നെയാണ് ഇത് കിട്ടേണ്ടെന്ന് പറയാ. പിങ്കിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഈ സമയത്ത് ഗൗതമത്തിന്റെ ഫോൺ ബെല്ലടിച്ചു. ഗൗതം എന്ത് ചെയ്യണം, ഫോണുമായിട്ട് അങ്ങോട്ട് മാറിപ്പോവാണ്. ഇത് ഗൗതം ഫോണുമായിട്ട് മാറിപ്പോന്നേ പിങ്കിയും നന്ദയും ശ്രദ്ധിച്ചു. കാരണം ഇവിടെ ഇരുന്ന് സംസാരിക്കാനുള്ള എന്തിനാ പോലും പുറത്തേക്ക് പോയത്, എന്തെങ്കിലും ഒഫീഷ്യൽ കാര്യങ്ങളാണെന്ന് പറയാനും പറ്റില്ലല്ലോ. പിന്നീട് നന്ദ എന്ത് ചെയ്യണം, മുറിയിലേക്ക് അങ്ങോട്ട് വരുവാണ്. അങ്ങനെ മുറിയിലേക്ക് വന്നപ്പോൾ ഗൗതത്തിനെ കണ്ടില്ല. ഇതുവരെയായിട്ട് ഫോൺ ചെയ്തിട്ട് വന്നില്ലേ എന്നോർത്ത് നന്ദ ഇരിക്കുമ്പോഴാണ് ഗൗതം അകത്തേക്ക് കയറി വരുന്നത്. ഗൗതത്തിനെ കണ്ട് നന്ദ ചോദിച്ചു, അല്ല ഗൗതം സാർ എന്താ പുറത്തേക്ക് പോയത്? അല്ല എനിക്ക് പുറത്ത് വരെ അത്യാവശ്യമായിട്ട് പോകണമെന്ന് പറയാ. അല്ല അതിന് ഫോൺ വിളിച്ചോണ്ട് പോകുന്നുണ്ട്, എനിക്കൊരു അർജന്റ് കോള് വന്നാന്ന് പറയാണ്. അല്ല ഇപ്പൊ എന്തിനാ പുറത്തേക്ക് പോകണം, അതിന്റെ ആവശ്യമില്ല, ഇപ്പൊ പോകണ്ടെന്ന് പറയാം, എന്താണെങ്കിലും ഞാൻ എടുത്തില്ല എന്ന് പറയാം. നന്ദേ എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് പോകണം, ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഗൗതം സാർ ഇന്ന് പോയിട്ടുണ്ട്, എങ്ങനെ ശരിയാവണേ, നാളെ എന്റെ അവാർഡ് ദാന ചടങ്ങൊക്കെ അല്ലേ നടക്കാൻ പോണേ, ആ സമയത്ത് ഗൗതം സാർ അവിടെ വേണ്ടേ? അത് നാളെയല്ലേ നന്ദ, അതിന് ഇനി സമയമുണ്ടല്ലോ, ആ സമയത്ത് ഞാൻ അവിടെ കാണും. അതിന് ഇന്നേ ഞാൻ ഇവിടെ വീട്ടിൽ ഇരിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ, ഞാനൊരു പോലീസ് ഓഫീസറാ, ആ കാര്യം നീ മറന്നുപോയോ? നീ ഒരു പോലീസുകാരന്റെ മോളായിട്ട് നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലെന്ന് ചോദിക്കുക. അതൊക്കെ എനിക്കറിയാം ഗൗതം സാർ, പക്ഷെ എനിക്ക് ഗൗതം സാറിന് ഇതുവരെയായിട്ടൊന്നും അടുത്ത് കിട്ടിയിട്ടില്ല, അറിയാലോ മുമ്പത്തെ പോലല്ല, ഇപ്പം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ നിൽക്കുക, അതൊക്കെ എനിക്കറിയാം. പക്ഷെ എങ്കിൽ എനിക്കിപ്പോ പോകാതിരിക്കാൻ പറ്റില്ല, അത്ര അത്യാവശ്യം ഉള്ളതുകൊണ്ടാന്ന് പറയണം. ഇത് വെച്ചിട്ട് ഞാൻ റെഡി ആവട്ടെ എന്ന് പറഞ്ഞ് ഗൗതം പോയി ഷർട്ടൊക്കെ മാറുവാണ്. ഈ സമയം നന്ദ പറഞ്ഞു, ആഹാ ഞാൻ നോക്കട്ടെ ഇത്ര അത്യാവശ്യം എന്താന്ന്, ആരാ വിളിച്ചേന്ന്, ആര് വിളിച്ചിട്ട് എത്ര അത്യാവശ്യപ്പെട്ട് ഗൗതം സാർ പോണേന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് നോക്കുവാണ്. നോക്കിക്കഴിയുമ്പോഴത്തേനും അഭിരാമി എന്നുള്ള ആ പേര് കണ്ട് ഇത് കണ്ടെന്ന് നന്ദി ഒന്ന് ഞെട്ടി. ഓഹോ അപ്പൊ ഇതാണല്ലേ കാര്യം, അഭിരാമി വിളിച്ചിട്ടല്ലേ പോണത്, അങ്ങനെ വരട്ടെ. എന്താ ഗൗതം സാർ ഇങ്ങനെ, ഞാൻ എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? ആരാന്ന് ചോദിച്ച അഭിരാമി അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അവളെ വിളിക്കുമ്പോ എന്തിനാ ഗൗതം സാർ ഇങ്ങനെ ഓടിപ്പോന്നേ, എന്നെക്കാളും പ്രാധാന്യം അവൾക്കാണെന്ന് ചോദിക്കുക.
ഇത് കേട്ടും ഗൗതം വന്നിട്ട് പറഞ്ഞാൽ നിന്നേക്കാളും അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് നീയാണ് എപ്പോഴും എന്റെ മനസ്സിൽ. നീ അല്ലാതെ വേറൊരു പെണ്ണും എന്റെ മനസ്സിലില്ല. നീ കഴിഞ്ഞിട്ട് എനിക്ക് ആരുള്ളൂ. എന്നിട്ടാണ് ഇപ്പൊ ഒരു പെണ്ണ് വിളിച്ചപ്പോ ഓടി ഗൗതം സാർ പോണേ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒഫീഷ്യലായിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെനിക്ക് മാറ്റി വെക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ ചില യാത്രകളൊക്കെ പെട്ടെന്ന് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നീ അതിനകത്ത് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലെന്ന് പറയാ. എന്നാ പറ, പോകുന്നതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല. അഭിരാമി ആരാന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. ഇതേ നന്ദാ, ഈ സമയത്ത് എനിക്ക് നിന്നോട് കൊഞ്ചിക്കൊഴിഞ്ഞിരിക്കാൻ സമയമില്ല. ഒരു കാര്യം പറഞ്ഞാൽ നിനക്ക് എന്താ മനസ്സിലാവില്ലെന്ന് ചോദിക്കുക. പറയാൻ ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് പോകാനുള്ള സ്ഥലത്തേക്ക് എനിക്ക് പോകണമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഗൗതം അങ്ങോട്ട് ഇറങ്ങി പോവാ. നന്ദയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. നന്ദ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല അഭിരാമി ആരാന്ന് ഇത്രയും തവണ ചോദിക്കുമ്പോൾ താൻ പറയുന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു. പെട്ടെന്ന് പിങ്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്ദയുടെ മനസ്സിലേക്ക് വരുന്നേ. ഒരു പക്ഷേങ്കില് ഇനിയിപ്പൊ അഭിരാമിയായിട്ട് ഗൗതത്തിന് എന്തെങ്കിലും അഭിഹിത ബന്ധം ഉണ്ടെങ്കിലോ? അങ്ങനെയുണ്ടെങ്കിൽ നമ്മളെല്ലാരും വെറും മണ്ടികളും മണ്ടന്മാരും ആയിക്കൊണ്ടിരിക്കുമല്ലേ ഗൗതം. അതൊരു കാരണവശാലും അങ്ങനെ അനുവദിച്ചുകൂടാ. അതെന്താന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ നന്ദയോട് പിങ്കി പറഞ്ഞ കാര്യങ്ങളൊക്കെയായിരുന്നു നന്ദയുടെ മനസ്സിൽ കൂടെ പെട്ടെന്ന് വന്നേ. അങ്ങനെ ഗൗതം ഒരുങ്ങി താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോ ലക്ഷ്മിയമ്മ ചോദിച്ചു, അല്ല മോനെ നീ എങ്ങോട്ടാ ഈ സമയത്ത്? അമ്മ എനിക്ക് അത്യാവശ്യമായിട്ട് പോണെന്ന് പറയാ. പോവാനോ? നല്ല കഥയെ, നീ ഇനി എങ്ങോട്ടും ഇന്ന് പോണ്ടെന്ന് പറയാ. നാളെ നന്ദമ്മയുടെ ഫംഗ്ഷനും ഉണ്ട്, അതോടെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയാം. എങ്ങോട്ട് വെള്ളം പൊക്കോ, എപ്പോ നോക്കിയാലും നിനക്ക് ജോലി ജോലി. കുറച്ച് ദിവസം ആ കാടൻകൊല്ലിയുടെ പുറകെയായിരുന്നു, അതിനുശേഷം വീണ്ടും തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം. അതെ, ഈ ജോലിയായിട്ട് നടന്നിട്ട് കാര്യമില്ല, സ്വന്തമായിട്ട് കുറച്ച് ജീവിക്കാൻ ശ്രമിക്കണം. അറിയാലോ, കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായിട്ട് നിങ്ങൾ ഹണിമൂൺ ട്രിപ്പ് പോയിട്ടുണ്ടോ? നിങ്ങൾ ഭാര്യയും ഭർത്താവായിട്ട് ജീവിച്ചു. പിന്നീട് നന്ദമോക്ക് ആഗ്രഹമില്ലേ പുറത്ത് പോകണമെന്നൊക്കെ? നീ എന്താ ഗൗതം ഇങ്ങനെ എപ്പോ നോക്കിയാലും ഈ ജോലിയുടെ പുറകെ തന്നെ ഓടുന്നതെന്ന് ചോദിക്കുക. അമ്മ ഒരു കാര്യം മറക്കരുത്, ഞാനൊരു ഭർത്താവായിരിക്കും, പക്ഷെ ഞാനൊരു പോലീസുകാരനും കൂടെയാണ്. എടാ അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇത്രയും കാലം ഇല്ലാത്ത തിരക്ക് നിനക്ക് ഇത് എവിടുന്ന് വന്നു? നീ ഒരു ഭാര്യ അല്ല, നീ ഒരു ഭർത്താവെന്നുള്ള കാര്യം മറക്കരുത്. ഭാര്യയോട് ചെയ്തു കൊടുക്കുന്ന ചില കടമകളൊക്കെ നിനക്കുണ്ട്, ആ നീ മറക്കരുതെന്ന് പറയാ. പാവം നന്ദമോള്, അവളായതുകൊണ്ട് ഇതൊക്കെ സഹിക്കുന്നു എന്ന് പറയാം. ഗൗതം പറയാം, അമ്മ ഞാൻ ഇങ്ങോട്ട് പെട്ടെന്ന് തന്നെ വന്നേക്കാം. ഇപ്പൊ അമ്മ എന്നെ ഒന്ന് വെറുതെ വിടാനും പറഞ്ഞുകൊണ്ട് ഗൗതം അങ്ങോട്ട് പോവാ. ലക്ഷ്മി അമ്മയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, നന്ദ ഇങ്ങനെ മുറിയിലിരിക്കുവാണ്. ആ സമയത്ത് ആ പിങ്കി അങ്ങോട്ട് കടന്നു വരുന്നേ. പിങ്കി വന്നിട്ട് ചോദിച്ചു, അല്ല ഗൗതം എങ്ങോട്ടാ പോയെന്ന് ചോദിക്കുക. എനിക്കറിയില്ല എങ്ങോട്ടാ പോയെന്ന്. അല്ല നീ എന്നോടൊന്നും പറഞ്ഞില്ലേ? എന്നോട് പറഞ്ഞിട്ടുണ്ടെ പിന്നെ എനിക്ക് പിങ്കിയോട് പറയുന്നതിൽ എന്താ കുഴപ്പം? എങ്ങോട്ടാ പോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അഭിരാമിയുടെ കോള് വന്നിട്ടുണ്ടായിരുന്നു, അതിനുശേഷം ഗൗതം ഇങ്ങനെ പെട്ടെന്ന് പോയെന്ന് പറയാ. ഇത് കേട്ട അഭിരാമിയുടെ കോള? അതെ, അവള് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവള് വിളിച്ച് ചെല്ലാൻ പറഞ്ഞൊന്നും അറിയത്തില്ല. ഗൗതം അപ്പോൾ തന്നെ ഇവിടുന്ന് പോയെന്ന് പറയാ. ഓഹോ, അപ്പൊ അതാണ് കാര്യം. ഞാൻ പറഞ്ഞില്ല എന്താ, അഭിരാമിയായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഗൗതം ഇത്ര പെട്ടെന്ന് പോയിരിക്കുന്നത്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയാം. ഈ സമയത്ത് പിങ്കിയുടെ ഫോൺ ബെല്ലടിച്ചു. പിങ്കി നോക്കിയപ്പോഴത്തേനും പുഷ്പേട്ടനെ വിളിക്കുന്നത്. ഇതെന്തിനാ പോലും പുഷ്പേട്ടൻ വിളിക്കുന്നത്? പെട്ടെന്ന് നന്ദിയോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഫോണും കൂടെ അങ്ങോട്ട് പോവാണ്. എന്താ പുഷ്പേട്ട, എന്താ വിളിച്ചതെന്ന് ചോദിക്കണം. അല്ല പിങ്കി മോളെ, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയണേ. കാര്യം പറയാൻ എന്ത്? അതെ, പിങ്കി മോൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം, ഒരു വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പൊ അത് പറയാൻ വേണ്ടി വിളിച്ച. പുഷ്പേട്ടൻ ഇങ്ങനെ ഇൻട്രോ ഇടാതെ കാര്യം പറ. അല്ല പിന്നെ അത് പിങ്കി മോളെ, കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, പക്ഷെ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടെന്ന് പറയാണ്. ആ തരാൻ പറ്റുമോ എന്ന് ചോദിക്കുക. പൈസ ഇപ്പൊ എന്തിനാ പുഷ്പേട്ടന്? ഞാനിവിടെ ഹോസ്പിറ്റലാ, അപ്പൊ എനിക്ക് ബില്ലടയ്ക്കാൻ പൈസ ഇല്ല. ആ തരാൻ പറ്റുമെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ കാര്യങ്ങൾ പറയുള്ളൂ എന്ന് പറയാം. എന്തേലും ആട്ടെ, ഞാൻ പൈസ തരാന്ന് പറയാം. എനിക്ക് മോളെ വിശ്വാസമാണ്, അതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ പറയാന്ന് പറയാണ്. അതെ, ഞാൻ ഇവിടെ ഹോസ്പിറ്റലുണ്ട്, ഇവിടെ വെച്ച് ഞാൻ ഗൗതം സാറിനെ കണ്ടെന്ന് പറയാണ്. ഗൗതം സാറിനെയോ? അതെ, ഇന്ത്യവരത്തിലെ ഗൗതമിനെ തന്നെ ഞാൻ കണ്ടേ. എന്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറയാണ്. അല്ല ഗൗതം സാർ എന്തിനാ ഹോസ്പിറ്റലിൽ വന്നേ? ഹോസ്പിറ്റലിൽ വന്ന എന്തിനാന്ന് എനിക്കറിയത്തില്ല, പക്ഷേങ്കില് ആള് തന്നെയല്ലായിരുന്നു പറയാ. ആളുടെ കൂടെ ഒരു പെണ്ണും കൂടെ ഉണ്ടായിരുന്നു പറയാ. പെണ്ണോ? അതെ അതെ, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അത് ചിലപ്പോ വല്ല പരിചയത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും എന്ന് പറയാം. പരിചയത്തിലുള്ള ആളോ? കൊള്ളാം, നല്ല കഥയായി. അവളെ ഗർഭിണിയാ. അവളുടെ ഗൗതത്തിനോടുള്ള ആ ചായവും പിന്നെ ഗൗതത്തിന്റെ ആ ഒട്ടിയുള്ള നിപ്പ് കണ്ടിട്ടേ അത് വെറുതെ ഒരു പരിചയമാണെന്ന് എനിക്ക് തോന്നില്ല. അവള് ഉടനെ മിക്കവാറും പ്രസവിക്കും, ഒരു കാര്യം ഉറപ്പാ. അവളുടെ വയറ്റ് വളരുന്ന കുഞ്ഞ് ആരുടെയാണെന്നറിയോ? അത് ഗൗതം സാറിന്റെ ആന്ന് പറയണം. എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയമില്ല, കാരണം അവർ രണ്ടുപേരുള്ള പോക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നേ. ഇത് കേട്ട പിങ്കി പറഞ്ഞതേ, പുഷ്പേട്ട വെറുതെ കള്ളത്തരം പറയില്ലെന്ന് പറഞ്ഞു. കള്ളത്തരമല്ല പിങ്കി മോളെ, ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞേ. ഇനി സംശയം ഉണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലിലേക്ക് വാ, ഇപ്പോഴിവിടെ ഉണ്ടെന്ന് പറയാൻ രണ്ടുപേരും കൂടെ. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിങ്കിക്ക് ആപ്പാ ടെൻഷൻ. ഒരു പക്ഷേ അഭിരാമി ആയിരിക്കും അത്. അഭിരാമിനെ കാണാനായിരിക്കും ഗൗതം പോയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പുഷ്പേട്ടൻ പറഞ്ഞ പോലെ ഇനിയിപ്പം ഗൗതമിന്റെ കുഞ്ഞാണോ അഭിരാമിയുടെ വയറ്റുള്ള? ഓർത്തിട്ടൊരു എത്തും പിടിയും കിട്ടിയില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിങ്കിക്ക്. ഭ്രാന്തളകി. നന്ദയോട് ഈ കാര്യങ്ങൾ പറയണം, അല്ലെ താനെന്തിനാ മറച്ചു വെക്കണേ?
നന്ദയോട് പറയാം എന്ന് വിചാരിച്ച് നേരെ നന്ദയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ഈ സമയം നന്ദ ആ പാടെ അസുഖപ്പെട്ടിരിക്കുക. ഗൗതം സാറിന്റെ പ്രവൃത്തിയിൽ നന്ദയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. പിങ്കി അങ്ങോട്ട് ചെന്നു. പിങ്കി എന്നിട്ട് ചോദിച്ചു, അല്ല ഗൗതം എങ്ങോട്ടാ പോയെന്ന് പറഞ്ഞിട്ടില്ലെന്നല്ല നന്ദ പറഞ്ഞു. അത് എങ്ങോട്ടാ പോയെന്ന് പറഞ്ഞില്ല. ഗൗതം ഇപ്പൊ ഹോസ്പിറ്റലുണ്ടെന്ന് പറയാണ്. ഹോസ്പിറ്റൽ? ഏത് ഹോസ്പിറ്റല്? ഹോസ്പിറ്റലിന്റെ പേരൊക്കെ പറയാണ്. അതെ, അല്ല ഇതൊക്കെ പിങ്കി എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പം തിന്നാ പോലെ എന്തിനാ കുഴി എണ്ണണ്ടായി? അതിന്റെ കാര്യമൊന്നും ഇല്ലല്ലോ. ഗൗതമിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ഗൗതം മാത്രമല്ല, ഗൗതത്തിന്റെ കൂടെ ഒരു പെണ്ണും ഉണ്ടെന്ന് പറയാണ്. പെണ്ണോ? ഏത് പെണ്ണ്? അതൊന്നും അറിയത്തില്ല. പക്ഷേങ്കിൽ അത് അഭിരാമി ആവാനാണ് ചാൻസ്. നീ അല്ലേ പറഞ്ഞ അഭിരാമി വിളിച്ചിട്ടാ പോയെന്ന്? അങ്ങനെയാണെങ്കിൽ അഭിരാമിയാണ് ചാൻസ്. അവള് വെറും പെണ്ണല്ല, അവള് പ്രഗ്നന്റും കൂടെയാന്ന് പറയാണ്. ഗർഭിണിയാണോ? അത് ഗർഭിണി തന്നെയാണ്. അവളുടെ ഡെലിവറിക്ക് അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക. എനിക്ക് ഏറ്റവും വിശ്വസ്തനായ ഒരാളെ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞേ. അതുകൊണ്ട് ഉറപ്പായിട്ടും അത് ഗൗതം തന്നെയായിരിക്കും എന്ന് പറയാം. ഇത് കേട്ട നന്ദ പറഞ്ഞു, എന്റെ ദൈവമേ, അങ്ങനെ ഞാൻ വഴിയില്ല, ഇനിയും നീ വിശ്വസിക്കായിരുന്നോ എന്ന് പറയണം. നന്ദ പറഞ്ഞു, നന്നായിന്നൊന്ന് അറിഞ്ഞിട്ട് എന്റെ കാര്യം ഞാൻ ഇപ്പൊ തന്നെ അത് വിളിച്ചു ചോദിച്ചിട്ടുള്ളൂ പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുവാണ്. പെട്ടെന്ന് പിങ്കി ആ ഫോൺ അങ്ങോട്ട് പിടിച്ചു വാങ്ങി. നീ എന്ത് പരിപാടിയായി കാണിക്കുന്ന നന്ദ? നിനക്ക് എന്നെ ബോധമില്ലേ? നീ ഇപ്പൊ വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗൗതം അവിടെ ഇരിക്കുവോ? ഗൗതം അവളെയും കൊണ്ട് അവിടുന്ന് കടന്നു കളയത്തില്ലേ? ഒരു കാരണവശാലും അത് പാടില്ല. ഇപ്പൊ തന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. അവരുടെ കള്ളത്തരം കയ്യോടെ കണ്ടുപിടിക്കാന്ന് പറയാണ്. നന്ദ പറഞ്ഞു, അത് വേണോ? എന്നാ വേണ്ട, നിനക്ക് താല്പര്യം പിന്നെ എനിക്കെന്താ കുഴപ്പം? ശരി, പോകാന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ ഡ്രസ്സ് മാറാനൊക്കെയിട്ട് മുറിയിലേക്ക് പോവാം. ഈ സമയത്ത് ഗൗതം നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം അഭിരാമിയോട് ചോദിച്ചു, എന്താ അഭിരാമി, എന്തിനാ നീ എന്നെ വിളിച്ചെന്ന് ചോദിക്കുകയാണ്. അല്ല, ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഡിസ്ചാർജ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയണം. പിന്നീട് പറയേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ. അതാണോ കാര്യം? ഞാൻ ആകെപ്പാടെ ഞെട്ടിപ്പോയി. പിന്നെ അത് മാത്രമല്ല, ഇവിടെ 1-2 പേര് വന്നിട്ടുണ്ടായിരുന്നു പറയണ. അതാരാ? അതെനിക്കറിയത്തില്ല. എന്നോട് വന്ന് കാര്യങ്ങളൊക്കെ തിരക്കി, പേരെന്താ ഒക്കെ ചോദിച്ചു. പക്ഷെങ്കിൽ എനിക്ക് എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഒരു പക്ഷേ ഞാൻ ഇവിടെ ഉണ്ടെന്ന് വേറെ വല്ല പോലീസുകാരോ മറ്റോ എന്തെങ്കിലും അവർക്ക് ഇൻഫർമേഷൻ കിട്ടുമോ, എന്തെങ്കിലും ചെയ്തോ എന്നെനിക്ക് അറിയില്ല എന്ന് പറയണ. ഇതേട്ടൻ ഗൗതം പറഞ്ഞേ, അങ്ങനെയൊന്നും ആവാൻ വഴിയില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഞാനിതൊക്കെ അറിയൂല്ലോ. അതോർത്ത് ടെൻഷൻ അടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക. അങ്ങനെയൊന്നും വരത്തില്ല. ആരും ഇവിടെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകാനൊന്നും പോകുന്നില്ല. എന്തിനും എതിരും ഞാനെപ്പോയില്ലേ, പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുക. ഈ സമയത്താണ് നന്ദയും പിങ്കിയും കൂടെ താഴെ റിസപ്ഷനിലേക്ക് വരുന്നത്. അങ്ങനെ അഭിരാമി ഇവിടെ ഉണ്ടോ അതോ ഗൗതം ഇവിടെ ഉണ്ടോ, തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുവാണോ എന്നൊക്കെ ഒരു ചിന്തിച്ചുകൊണ്ടാണ് നന്ദ അങ്ങോട്ട് കയറി വരുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടേ. ഇനിയിപ്പൊ നമ്മൾ കാണാൻ പോകുന്ന പിങ്കിയും നന്ദയും കൂടെ ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയുവാണ്. അഭിരാമിയുടെ പ്രസവത്തിന് വേണ്ടി കൊണ്ടുവന്നാണ്. അഭിരാമിയുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് ഗൗതമാണ് നിൽക്കുന്നതെന്നൊക്കെ. കാരണം അഭിരാമി ഗൗതം എന്നാണ് ഇവിടെ അഡ്രസ് കൊടുത്തിരിക്കുന്നത്. അവൻ ഭർത്താവാന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയണേ. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നന്ദ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ പ്രമോ വിശേഷം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് പറഞ്ഞിരിക്കുന്ന കേട്ടോ. ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ തന്നെ ഞാനത് അപ്ലോഡ് ചെയ്യട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.